ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രിയ. ഗോൾഡ് ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റവ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പഞ്ഞിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് റവ ഉപയോഗിച്ചിട്ടുള്ള പഞ്ഞിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്തിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്തിട്ട് കൊടുക്കുക. നിങ്ങൾ റവ എന്തോരാണോ എടുക്കുന്നത് അതിൻ്റെ പാതി മാത്രം പഞ്ചസാര ചേർത്താൽ മതിയാവും. ആദ്യം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. പറ്റുന്ന അത്രയും നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇപ്പം കണ്ടില്ലേ, ഇതിനെ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 മുട്ട ചേർക്കുന്നുണ്ട്. ഈ മാവ് ഫുള്ളായിട്ട് കുഴച്ചെടുക്കാനുള്ളതാണ് 3 മുട്ട. നിങ്ങൾക്ക് ഇത്രയും മുട്ട ചേർക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ മുട്ടയുടെ എണ്ണം കുറച്ചിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള പാല് ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി. പൊടിച്ചതില്ലെങ്കിൽ നിങ്ങൾക്ക് കുരുവായിട്ട് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഏലക്കയുടെ ടേസ്റ്റ് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ആ മുട്ടയുടെ ആ മണവും ടേസ്റ്റും ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്തിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്റർ ആക്കിയിട്ട് വരാം. ഇപ്പൊ കണ്ടില്ലേ, ഏകദേശം നമ്മുടെ ബാറ്റർ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബേക്കിംഗ് പൗഡർ ആണ്. ഞാനിപ്പോൾ ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഇതിന്റെ പകുതി, അതായത് 1/4 ടീസ്പൂൺ അളവിൽ മാത്രമേ ചേർക്കാവുള്ളൂ. ഈ ഒരളവിൽ ചേർക്കരുത്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നിങ്ങൾക്കായി കിട്ടുന്നില്ല, ചിലപ്പോൾ ചെറിയ മുട്ടയൊക്കെ ആണെങ്കിലും ചില ബ്രാൻഡിൻ്റെ ഒക്കെ റവ എടുക്കുമ്പോഴും കുറച്ച് വെള്ളമൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറില്ല. അതുപോലെ 3 മുട്ട ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഉപയോഗിക്കാം. പിന്നെ ഇത്രയും മുട്ട വേണ്ടെങ്കിലും നിങ്ങൾക്ക് പാൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്ററിനെ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിതിന് ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ചൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഏറ്റവും അവസാനം എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുഴിയുള്ള പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് വേണമെങ്കിലും തയ്യാറാക്കിയിട്ട് എടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഫുള്ള് ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കണ്ടില്ലേ, നമ്മുടെ വെള്ളം വന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, അപ്പം ഞാൻ 3 തട്ടും വെച്ച് കൊടുത്തു. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. 15 മിനിറ്റ് നിങ്ങൾ സ്റ്റീം ചെയ്യണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാവുള്ളൂ. ഒരുപാട് അങ്ങനത്തെ കൂട്ടിയിടാൻ പാടില്ല, മേളിലേക്ക് വെള്ളം കയറും. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ് നന്നായിട്ടൊന്ന് സ്റ്റീം ആക്കിയിട്ട് എടുക്കുക. ഇപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി അങ്ങോട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇതെല്ലാം നന്നായിട്ടൊന്ന് തണുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി എടുക്കാം. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേനും അതിങ്ങോട്ട് ഇളകി പോന്നോളൂ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരുമ്പോൾ അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.